നമസ്കാരം. വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാർഡൻ തസ്തികയിൽ പുതിയ ഒഴിവുകൾ ഉൾപ്പെടെ നിരവധി മികച്ച തൊഴിൽ അവസരങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വാർഡൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ഒഴിവിലേക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. പരമാവധി പ്രായപരിധി 60 വയസ്സ് വരെയാണ്. അതിനാൽ പ്രായപരിധി കഴിഞ്ഞുവെന്ന് കരുതി ജോലി അന്വേഷിക്കുന്നത് നിർത്തിയവർക്ക് പോലും ഇതൊരു മികച്ച അവസരമാണ്. അതോടൊപ്പം ഇന്നത്തെ വീഡിയോയിൽ മറ്റ് നിരവധി സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പുതിയ ഒഴിവുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഒഴിവിൻ്റെയും യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കേണ്ട വിധം, അവസാന തീയതി എന്നിവ വ്യക്തമായി വിശദീകരിക്കുന്നതാണ്. അതിനാൽ ജോലി അന്വേഷിക്കുന്ന നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക. ഉപകാരപ്രദമാകുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് നിർബന്ധമായും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സമയം കളയാതെ ഇന്നത്തെ തൊഴിൽ വാർത്തകളിലേക്ക് കടക്കാം. 1. സംസ്ഥാന ശിശുക്ഷേമ സമിതി, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവിടങ്ങളിൽ ഒഴിവുകൾ. സംസ്ഥാന ശിശുക്ഷേമ സമിതി, വനിതാ ഹോസ്റ്റൽ, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവിടങ്ങളിൽ പുതിയ ഒഴിവുകൾ വന്നിട്ടുണ്ട്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 1. ശിശുക്ഷേമ സമിതിയിൽ ആയ ഒഴിവ്. തൃശൂർ ജില്ലയിലെ കോളരി കൈതച്ചാൽ റോഡിൽ പ്രവർത്തിക്കുന്ന വീട് എന്ന ശിശുപരിചരണ കേന്ദ്രത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ആയമാരെ നിയമിക്കുന്നു. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള വനിതകൾക്ക് അവസരം. യോഗ്യതാ മാനദണ്ഡങ്ങൾ: വിദ്യാഭ്യാസം +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പാസ്സായിരിക്കണം. പ്രായപരിധി 28-നും 42-നും മധ്യേ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. കുട്ടികളുടെ പരിചരണ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. എങ്ങനെ അപേക്ഷിക്കാം? യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ജൂലൈ 25-ന് രാവിലെ 9:30-ന് വീട് ശിശുപരിചരണ കേന്ദ്രത്തിൽ നേരിട്ട് ഹാജരാകണം. കൂടെ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 2. വനിതാ ഹോസ്റ്റലിൽ വാർഡൻ തസ്തികയിൽ ഒഴിവ്. പാലക്കാട് ജില്ലയിലെ പുതുപ്പരിയാരം വനിതാ ഹോസ്റ്റലിൽ വനിതാ വാർഡൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യതാ മാനദണ്ഡങ്ങൾ: 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായപരിധി 2026 ജനുവരി 1-ന് 30-നും 60 വയസ്സിനും മധ്യേ പ്രായമുള്ളവർ. ഹോസ്റ്റൽ നടത്തിപ്പിലോ അഡ്മിനിസ്ട്രേഷനിലോ മുൻപരിചയമുള്ളവർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കും മുൻഗണന ലഭിക്കും. എങ്ങനെ അപേക്ഷിക്കാം? താൽപ്പര്യമുള്ളവർ ജൂലൈ 22-ന് രാവിലെ 10:30-ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. അടുത്തത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അപ്രന്റീസ് അവസരം. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കായി സുവർണ അവസരം. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസിനെ നിയമിക്കുന്നു. സ്റ്റൈഫൻ പ്രതിമാസം 10,000 രൂപ. യോഗ്യതാ മാനദണ്ഡങ്ങൾ: സിവിൽ, കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ബ്രാഞ്ചുകളിൽ ബിടെക് ബിരുദം നേടിയിരിക്കണം. പ്രായപരിധി 28 വയസ്സിന് താഴെയുള്ളവർ. മുമ്പ് ബോർഡിൽ അപ്രന്റീസായി പ്രവർത്തിച്ചവർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പങ്കെടുക്കാം. എങ്ങനെ അപേക്ഷ നൽകാം? ജൂലൈ 22-ന് ബുധനാഴ്ച രാവിലെ 11 മണിക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് സമീപമുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ കാര്യാലയത്തിൽ വേക്കൻസി ഇന്റർവ്യൂ നടത്തും. വിദ്യാഭ്യാസ യോഗ്യത, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ, അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ 2 കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്രവൃത്തി സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ എന്നിവ സഹിതം ഹാജരാക്കണം. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു സുവർണ അവസരം. കേരളത്തിലെ പ്രമുഖ ക്ലോത്തിംഗ് ബ്രാൻഡിൽ ബ്രാൻഡ് പ്രൊമോട്ടർ തസ്തികയിലേക്ക് നേരിട്ടുള്ള നിയമനം നടത്തുന്നു. ടെക്സ്റ്റൈൽ വിൽപ്പന പരിചയം ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഡീറ്റെയിൽസ്: പോസ്റ്റ് നെയിം ബ്രാൻഡ് പ്രൊമോട്ടർ, ഫീമെയിൽ കാൻഡിഡേറ്റ് ഓൺലി. ടെക്സ്റ്റൈൽ സെയിൽസ് എക്സ്പീരിയൻസ് മാൻഡറ്ററി. ഫുൾ ടൈം ഡയറക്റ്റ് ഹിയറിംഗ്.
ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും. സാലറി 15,000 രൂപ തൊട്ട് 18,000 രൂപ വരെ. എക്സ്ട്രാ ബെനിഫിറ്റ്, അട്രാക്റ്റീവ് ഇൻസെൻറ്റീവ്സ് ആൻഡ് മോർ ബെനിഫിറ്റ്. സ്ഥലം അടിമാലി, ചാവക്കാട്, തൊടുപുഴ, ബത്തേരി, തൃപ്രയ. എങ്ങനെ അപേക്ഷിക്കാം? താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ ബന്ധപ്പെടുക. ഡയറക്റ്റ് ഹിയറിംഗ് ആയതിനാൽ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം. +2 കഴിഞ്ഞവരാണോ? ഡിഗ്രിക്ക് ചേരാതെ ജോലി നോക്കിയിരിക്കുകയാണോ? ഇതാ സുവർണാവസരം. +2 കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്കിതാ സന്തോഷ വാർത്ത. +2 പൂർത്തിയാക്കിയ ഉടൻ തന്നെ ദീർഘകാല ബിരുദ കോഴ്സുകൾക്ക് ചേരുന്നതിന് പകരം തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യവസായ അധിഷ്ഠിത നൈപുണ്യങ്ങൾ നേടാനും തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന നിരവധി ഹ്രസ്വകാല സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ലഭ്യമാണ്. പ്രായോഗിക പരിശീലനത്തിൽ ഊന്നൽ നൽകുന്ന 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പല സ്ഥാപനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ പലപ്പോഴും വിദ്യാർത്ഥികൾ ഇതിനെക്കുറിച്ച് അറിയാറില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ തൊഴിലിനാവശ്യമായ നൈപുണ്യങ്ങൾ ആർജിക്കാൻ ഇത് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. വിവിധ വ്യവസായ മേഖലകളിൽ പ്രാരംഭ തലത്തിലുള്ള തൊഴിലുകൾക്കായി പുതുമുഖങ്ങളെ സജ്ജമാക്കുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഏറ്റവും പ്രചാരമുള്ള കോഴ്സുകളിൽ ഒന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതിൽ സെർച്ച് എൻജിൻ ഒപ്റ്റിമേഷൻ (SEO), ഗൂഗിൾ ആഡ്സ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തുടങ്ങിയവയിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം ലഭിക്കുന്നു. കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ SEO എക്സിക്യൂട്ടീവ് തുടങ്ങിയ തസ്തികകളിൽ ജോലി നേടാൻ സാധിക്കും. തൊഴിലുടമ, സ്ഥലം, വ്യക്തിഗത കഴിവുകൾ എന്നിവയെ ആശ്രയിച്ച് ഇത്തരം ജോലികളുടെ പ്രാരംഭ ശമ്പളം സാധാരണയായി പ്രതിമാസം 20,000 മുതൽ 40,000 രൂപ വരെ ആയിരിക്കും. സർഗാത്മകമായ കഴിവുകളുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സുകൾ പരിഗണിക്കാവുന്നതാണ്. അഡോബ് ഫോട്ടോഷോപ്പ് പോലുള്ള ടൂളുകളിലും മറ്റ് ഡിസൈൻ സോഫ്റ്റ്വെയറുകളിലുള്ള പരിശീലനം സാധാരണ ഇത്തരം പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുന്നു. കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഗ്രാഫിക് ഡിസൈനർ ആയോ ഡിസൈനുമായി ബന്ധപ്പെട്ട് മറ്റ് തസ്തികകളിലോ ജോലി കണ്ടെത്താൻ സാധിക്കും. ഇതിൻ്റെ പ്രാരംഭ ശമ്പളം പലപ്പോഴും പ്രതിമാസം 20,000 മുതൽ 35,000 രൂപ വരെ ആയിരിക്കും. മറ്റൊരു തൊഴിൽ സാധ്യതയാണ് വെബ് ഡിസൈനിങ്. ഇതിൽ വിദ്യാർത്ഥികൾ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നു. ഈ മേഖലയിലെ പരിചയം ഫ്രണ്ട് എൻഡ് വെബ് ഡെവലപ്മെൻറ്റ് മേഖലയിൽ അവസരങ്ങൾ തുറന്നു തരുന്നു. ഇതിൽ തുടക്കക്കാർക്ക് ലഭിക്കുന്ന ശമ്പളം സാധാരണയായി പ്രതിമാസം 25,000 മുതൽ 40,000 രൂപ വരെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഓഫീസ് അധിഷ്ഠിത ജോലികളിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ (DCA), ഓഫീസ് മാനേജ്മെൻറ്റ്, ഡാറ്റ എൻട്രി കോഴ്സുകൾ എന്നിവ മികച്ച ഓപ്ഷനായിരിക്കും. ഇത്തരം കോഴ്സുകളിൽ സാധാരണയായി MS ഓഫീസ്, മൈക്രോസോഫ്റ്റ് എക്സൽ, മറ്റ് ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടൂളുകൾ എന്നിവ ഉൾപ്പെടുന്നു. കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. ഇതിൽ തുടക്കത്തിൽ ലഭിക്കുന്ന ശമ്പളം സാധാരണയായി പ്രതിമാസം 15,000 മുതൽ 25,000 രൂപയായിരിക്കും. ഈ ഹ്രസ്വകാല കോഴ്സുകൾ വിദ്യാർത്ഥികളെ വേഗത്തിൽ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുമെങ്കിലും സ്വന്തം താൽപ്പര്യങ്ങൾ, കഴിവുകൾ, ദീർഘകാല തൊഴിൽ ലക്ഷ്യങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി കോഴ്സുകൾ തിരഞ്ഞെടുക്കാനാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. കഴിവ്, പ്രവൃത്തി പരിചയം, തൊഴിലുടമ, ജോലിസ്ഥലം തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് ശമ്പളത്തിൽ വ്യത്യാസം വരാം.